ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നലത്തെ ഡ്രസ്സിൽ വീണ്ടും കാണുന്നുണ്ടായിരിക്കും നിങ്ങൾ. ഇന്ന് ഞാനും ഡിമ്പിളും ഒന്ന് പുറത്ത് പോവാണ്. ഞങ്ങൾ ബ്ലൗസൊക്കെ തയ്പ്പിക്കാൻ കൊടുത്തിട്ടുണ്ട്, അത് വാങ്ങിക്കണം. കുറച്ച് അല്ലറ ചില്ലറ ഒരു ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ നാത്തൂൻസ് ഡേ ഔട്ടാണ് കേട്ടോ ഒന്ന്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ട് എല്ലാവരും ചോദിച്ചു ഈ ഡ്രസ്സ് എവിടെ നിന്ന് നന്നായിട്ടുണ്ടല്ലോ എന്ന്. ഇത് നമ്മുടെ യാമി ഡിസൈൻസിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി കുർത്താസ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും യാമി ഡിസൈൻസ് കേട്ടോ. എനിക്ക് ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഈ സ്ലീവ്, ഈ ഒരു പഫ് ഹാൻഡ് പോലത്തേതും ഒക്കെ എനിക്ക് ബെൽ സ്ലീവ് എന്നല്ലേ പറയാം. എന്തിട്ടാലും സ്ലീവ് മനസ്സിലായല്ലോ ആ സംഭവം. അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഓൾറെഡി രാവിലെ ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ ഫ്രഷ് ആയതാണ് കേട്ടോ. രാവിലെ ഫ്രഷ് ആയിട്ടാണ് ഞാനിതൊക്കെ എന്നിട്ട് ഫ്ലോ പോയല്ലോ. ഫ്രഷ് ആയതിനു ശേഷമാണ്. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ മുഖം കഴുകണ്ട എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു സൺസ്ക്രീൻ ഇടുന്ന സംഭവം മഴയൊക്കെയാണ്, എന്നാലും ഒരു സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറേ പേര് ചോദിച്ചു ഇപ്പം ചെയ്യണ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുമോ എന്നുള്ളത്. ശരിക്കും 3 ഫിംഗർ അപ്ലൈ ആണിത്. ഞാൻ പക്ഷേ അതിനുള്ളൊരു ഗ്യാപ്പില്ല എനിക്ക്. ഇത് അക്വാളജിക്കാരുടെ ഇലുമിനേറ്റ് പ്ലസ് ഡ്യൂയി സൺസ്ക്രീൻ ആണ് കേട്ടോ. അത് നല്ലതാണ്. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. നല്ലൊരു സംഭവമാണിത്. പിന്നെ ഞാനിടുക ഒരു ഗ്ലോയ്ക്ക് വേണ്ടി നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ റിയൽ മേക്കപ്പ് ബേസ് ഇടും കേട്ടോ. ഞാൻ ആദ്യം മറ്റേ ഫേസ് സ്കാനറുടെയാണ് യൂസ് ചെയ്തിരുന്നത്. ഇത് ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കിയതാണ്. പക്ഷെ രണ്ടും നല്ലതാണ്, വലിയ പ്രശ്നമില്ല രണ്ടും. ഇടുമ്പോൾ തന്നെ ഒരു ഗ്ലോ ഫീൽ ചെയ്യുന്നില്ലേ. ഇത് ഞാൻ ഫ്രണ്ട് ക്യാമറ എടുക്കുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് കളറ് അറിയണില്ല കേട്ടോ. കണ്ണാടി അല്ലല്ലോ, ഇതിലല്ലോ നോക്കണേ. അതുകൊണ്ട് നിങ്ങൾക്ക് വിചിത്രമായിട്ടൊക്കെ തോന്നി ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ. പ്രയർ റൊട്ടീനൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമായിട്ടോ. കുറേ പേര് ആ പ്രാർത്ഥനയായിട്ട് കാണിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്താൽ മതി, മീൻസ് ബിസിനസ് നമ്പറിൽ ഞാൻ അതിൻ്റെ ഫോട്ടോസ് അയച്ചു തരാം കേട്ടോ. പിന്നെ ഞാനൊരു ആക്ച്വലി ഫ്രം ദി ബിഗിനിങ് ഞാൻ ലിപ് ബാം ഇടാൻ മറന്നു പോയിട്ടാണ് വന്നതിൻ്റെ. ലിപ് ബാം വേണം, മസ്കാര വേണം, സിന്ദൂരം വേണം. ലിപ് ബാം ഇതാണ് കേട്ടോ. ഇത് സ്ലീപ്പിംഗ് മാസ്ക് ആണ്, പക്ഷെ ഒരു തുണ്ടെടുത്ത് ഇത് ആക്ച്വലി ഒരു കോസ്റ്റ്ലി സൈഡാണല്ലേ ഈ സ്ലീപ്പിംഗ് മാസ്ക്, ബട്ട് ഇറ്റ് വർത്ത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എനിക്കിവിടെ ഒരു കൊത്ത് ഇവിടെ ഉണ്ട്, നരച്ച മുടിയുടെ കൊത്തുണ്ട് ഇവിടെ. അപ്പം ഞാൻ എപ്പോഴും അങ്ങനെ കളർ ചെയ്യാറില്ല. എന്തെങ്കിലും ഫങ്ഷൻസ് വരാം, അല്ലെങ്കിൽ ഞാൻ ഈ മസ്കാര ഇട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാറാണ് പതിവ്. സെറ്റായി ഒന്ന് ചീകുമ്പോഴത്തേക്കിനും ഒരു സെറ്റപ്പായി കിട്ടിക്കോളും. അപ്പം തന്നെ ഞാൻ സിന്ദൂരം ഇടണ്ടല്ലോ, നമ്മൾ മീൻസ് ഫൗണ്ടേഷൻ ഇട്ടിട്ടില്ല. ഫൗണ്ടേഷന് നമ്മുടെ മെബിലിൻ്റെ ഈ ഒരു സൂപ്പർ സ്റ്റേയുടെ ഫൗണ്ടേഷനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു പമ്പേ ഞാൻ എടുക്കണുള്ളൂ. പക്ഷെ എനിക്കിത് കുറച്ച് ഓവർ കളറായിട്ട് ഫീൽ ചെയ്തു. മീൻസ് ഒരു തുണ്ട് മതി അത് സ്പ്രെഡ് ആവാനും ഒന്ന് ഇതാവാനും. എനിക്ക് പിന്നെ അധികം പൊട്ടിയിടുന്നതോട് വലിയ താല്പര്യവും ഇല്ല. എനിക്ക് ഐ ഷാഡോ ഇടാൻ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് എപ്പോൾ തൊട്ടാന്ന് വെച്ചാൽ നമ്മുടെ പരിപാടിക്ക് തിരു ഇട്ട് തന്നതിന് ശേഷം എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. ഐ ഷാഡോ എനിക്ക് ചേരുമെന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു കേട്ടോ. ഇടിപിടിന്ന് ചെയ്യുന്നതാണ്. നിങ്ങൾ ഓർക്കൊക്കെ എന്തിൻ്റെ ഭ്രാന്താന്നൊക്കെ വിചാരിക്കും. നമ്മൾ പാച്ചുവിനെ വിടുന്ന കൂട്ടത്തിൽ നമുക്ക് പോകണം അല്ലേ, പോയിട്ട് വേഗം വരും. അതുകൊണ്ട് ഫൗണ്ടേഷൻ എടുത്ത് കളയാൻ താല്പര്യമില്ല. എനിക്കിപ്പോൾ ഇഷ്ടമില്ലാണ്ടായി, ഇടാണ്ടായിട്ട് എനിക്ക് ഭയങ്കര മടുപ്പായി തുടങ്ങി.
ഇത് കളർ ബാറിൻ്റെ സിന്ദൂറാണ് കേട്ടോ. കുറച്ച് പേരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. കളർ ബാറിൻ്റെ സിന്ദൂരാണിത്. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഈ ഒരു കെ ബ്യൂട്ടിയുടെ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കും. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ, ന്യൂഡ് ഷെയ്ഡാണ്. ഇത് ഞാൻ ഇവ സ്റ്റോറി ഇട്ട് കണ്ടിട്ട് നോക്കിയിട്ട് ഞാൻ കൂടുതലും അവളിടുന്ന സാധനങ്ങളാണ് കേട്ടോ നോക്കിയിട്ട് മേടിക്കുക. ഇത് റാപ്പ് അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കെ ബ്യൂട്ടിയുടെ. പിന്നെ ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഇത് ഞാൻ മിക്സ് ആക്കും കേട്ടോ. ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ പ്രത്യേകത എത്ര ഭക്ഷണം കഴിച്ചാലും ഇത് പോവില്ല എന്നുള്ളതാണ്. ഇത് ഏത് ഷെയ്ഡ്? ഇത് 130 എക്സ്ട്രാ ആണ് കേട്ടോ. മെബിലിൻ്റെ പേരെന്നിട്ടാ പറയുക, മെബിലിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഓൾമോസ്റ്റ് മേക്കപ്പ് കഴിഞ്ഞു. ഇനി പൊട്ട് കുത്തണം. പൊട്ടില്ലെങ്കിൽ ഡോൾജേറ്റും പിണങ്ങും. ചോദിക്കൂട്ടെ, എവിടെ പോയാലും ആദ്യം ചോദിക്കും നീ എന്താ പൊട്ട് വെക്കാഞ്ഞേ എന്ന് ചോദിക്കും. എനിക്കറിയാമല്ലോ. സെറ്റല്ലേ? ഇനിയിപ്പോൾ നമുക്ക് മുടി അഴിച്ച് ചെയ്യുക. എൻ്റെ ചീക്ക് ചാക്കോച്ചൻ്റെ കയ്യിലായിരുന്നു. ആക്ച്വലി ചാക്കോച്ചനെ ഞാൻ അക്കീനെ അവിടെ വിട്ടേക്കാണ്. അവിടെ ബെന്നു ഉണ്ട്. അപ്പോൾ ബെന്നുവിനെ ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിക്കുന്നു. ആക്ച്വലി ബെന്നു ആവശ്യപ്പെട്ടത് തോമുനെ ആണെങ്കിലും തോമു സ്കൂളിൽ പോകുമല്ലോ. തോമുന് ഇഷ്ടമാണ് പോവാൻ, പക്ഷെ നമ്മളങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഞാൻ ചിലപ്പോൾ മുടി വെട്ടാം എന്നിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. കാരണം താഴോട്ടിങ്ങനെ വാല് പോലെയായിട്ട് മാറും. മഴയായതുകൊണ്ട് ഞാൻ ഓർത്തു പിന്നി വെക്കാം എന്ന് വിചാരിച്ചു. വറുത്തിയിട്ടാലും 10 പൈസയ്ക്ക് കാര്യമില്ല. നമുക്കിന്ന് നമ്മുടെ കല്യാണ ബ്ലൗസൊക്കെ തയ്ച്ചില്ലേ, അവിടെയാണ് നമ്മൾ ബ്ലൗസ് ഞാനും കൊടുത്തിട്ടുണ്ട്, ഡിമ്പിളും തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വാങ്ങിക്കണം. അത് ഓൾറെഡി ഫ്രൈഡേ ഈവനിങ് റെഡി ആയിട്ടുണ്ടായിരുന്നു. സാറ്റർഡേ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡിമ്പിൾ പറഞ്ഞു നമുക്ക് സാറ്റർഡേ പോയി വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഡെയിലി മമ്മിയുടെ അടുത്ത് കൊടുത്തിട്ട് പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവണ്ട. ഞാൻ പറഞ്ഞു മൺഡേ പിള്ളേർ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് പോവാം. അപ്പം ചാക്കോച്ചനെ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അക്കി തന്നെ വിളിച്ച് പറഞ്ഞത് ചാക്കോച്ചനെ ഇങ്ങോട്ട് കൊണ്ടുപോയോ ബെന്നു ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പണ്ട് അമ്മയാണ് കേട്ടോ മുടി 2 സൈഡിൽ വലിച്ച് പിന്നി കെട്ടിത്തരാ. എന്ന് അമ്മയുടെ കൈ എൻ്റെ തലേന്ന് പോയി അന്നോട്ട് എൻ്റെ മുടി പോയി. അശ്രദ്ധ, തന്നിഷ്ടം, തോന്നിയാസം. മറ്റേത് ഒരു സൈഡ് ഒരു കെട്ടെന്ന് വെച്ചാൽ ഒരു 1.5 കെട്ടാണ്. ഇതൊന്നുമല്ല, ഇതിൻ്റെ ഒരു ഡബിള് കാണും ഒരു സൈഡ് പിന്നിയിട്ടാൽ. ഞാൻ പൊങ്ങച്ചം പറയുന്നൊന്നും അല്ല കേട്ടോ, ഉള്ള കാര്യം പറഞ്ഞ. ചിലർ ശരിക്കും ഈ വാല് പോലെയുള്ള മുടി കണ്ടിട്ട് പണ്ടിങ്ങനൊന്നും അല്ലായിരുന്നു. ഇപ്പോഴും എൻ്റെ ബന്ധുക്കൾ കണ്ട് എന്നെ ചീത്ത വിളിക്കുക ആദ്യം മുടി വെട്ടിയതിനാണ്. എന്തായാലും നമ്മുടെ ഓരോരോ പ്രായത്തെ ഭ്രാന്തുകളാണിതൊക്കെ. അങ്ങനെ അത് റെഡിയായി. എന്നിട്ട് ഈ സൈഡിൽ 2 മുടി എടുത്തിടും. പിന്നെ പെർഫ്യൂം മസ്റ്റാണ്. എനിക്ക് പെർഫ്യൂം ഇല്ലാണ്ടൊരു ജീവിതം ഇല്ല കേട്ടോ. അതിൻ്റെ ഇതാണ് കേട്ടോ എൻ്റെ ഒരു ലുക്ക്. മേക്കപ്പ് ഇട്ടോന്ന് ചോദിച്ചാൽ ഇട്ടു, ഇട്ടില്ലെന്ന് ചോദിച്ചാൽ ഇട്ടില്ല. അങ്ങനെയാണ് ഞാൻ ഇടാറ്. സ്റ്റഡ് ഇന്നലെ സെക്കൻഡ് സ്റ്റഡ് മാറ്റി. അടിപൊളിയല്ലേ? അപ്പോൾ നമുക്കിനി നാളെ കാണാൻ പുതിയൊരു വീഡിയോ ആയിട്ട്. ഡേ ഇൻ മൈ ലൈഫ് കാര്യമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. സോ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.